കളറ് പോവും കാശി. ബാഗ് ഞങ്ങൾ പറയണ എടുക്കണേ. വാട്ടർ ബോട്ടിൽ തുണിക്കൊണ്ട് ഉപയോഗിക്കൂല. ഉപയോഗിക്കില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജിൻഷ. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ. സ്കൂളിലേക്ക് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറിയൊരു സ്കൂൾ പർച്ചേസിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരാഴ്ച മുന്നെയാണ് സ്കൂൾ പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മഴ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ് പോയിരുന്നത്. മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് തന്നെ കുട്ടികളെയായിട്ട് ടൗണിലൊക്കെ ഇങ്ങനെ എല്ലാ കടകളും കയറി ഇറങ്ങാന്ന് പറയുന്ന റിസ്ക് ആണല്ലോ. ഇവിടെയാണെങ്കിൽ എല്ലാതും ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ബാഗ്, വാട്ടർ ബോട്ടില്, പെൻസിൽ പൗച്ച്, ബോക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങാനുണ്ടായിരുന്നത് കേട്ടോ. ബുക്കൊക്കെയാണ്. യൂണിഫോം ഒക്കെ ഞങ്ങൾ വേറെ ടെക്സ്റ്റൈൽസ് നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനായിട്ട് ഞങ്ങൾ പോയി ആദ്യം തന്നെ പാറക്കുട്ടിക്ക് ബാഗ് എടുക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് പോയത് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പം അവൾക്ക് അവിടെയുള്ള ബാഗ് ഇഷ്ടാവുന്നില്ല, അവൾക്ക് ഇഷ്ടാവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല, ഞങ്ങൾ ഓക്കെ പറയുന്നത് അവൾക്ക് ഓക്കെ ആവുന്നില്ല. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആയപ്പം അവളുടെ പർച്ചേസിങ് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കാശിക്കുള്ള ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ സെലക്ട് ചെയ്യാൻ നിന്നു കേട്ടോ. അവന് പിന്നെ നമ്മൾ നോക്കി ഓക്കെ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഓക്കെ ആണ്. അല്ലാതെ അവന് വേറെ ഇന്ന കളർ വേണം അല്ലെങ്കിൽ ഇന്ന ഡിസൈൻ വേണം എന്നുള്ള വാശിയൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ 7ാം ക്ലാസ്സിലേക്കില്ല, അപ്പൊ ഇച്ചിരിയും കൂടി മെച്ചൂറായി ചെക്കനാണ്. അങ്ങനെ പിന്നെ അവന്റെ വാട്ടർ ബോട്ടിലും ബാഗൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു വട്ടം കൂടി പാറക്കുട്ടിക്ക് ബാഗ് നോക്കാൻ വേണ്ടി പോയി. പിന്നെ അവിടെ നിന്ന് അടിയായി, കരച്ചിലായി, പിണക്കായി ഒക്കെ നിന്നപ്പം സിൻഷേട്ടൻ പറഞ്ഞു നമുക്ക് പോകാൻ നേരത്ത് ഒന്നും കൂടി നോക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പെൻസില്, ഇറേസർ, റബ്ബർ, സ്കെയില് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഈ പെൻസിലും ഇറേസറും നമ്മളെ കട്ടർ, ഷാർപ്പനറൊക്കെ ഞാൻ ബോക്സായിട്ട് എടുക്കും കേട്ടോ. കാരണം ഇത് എല്ലാ തവണയും ഒരാഴ്ചയിൽ കൂടുതൽ പാറക്കുട്ടീൻ്റെയോ കാശിക്കുട്ടൻ്റെയോ കയ്യിലുണ്ടാവില്ല. കാശിനി വലിയ ക്ലാസ്സിലാണ്, അവൻ സൂക്ഷിക്കായിരിക്കും. പക്ഷെ പാറക്കുട്ടിക്ക് അത് വലിയ ലാസ്റ്റിങ് വരില്ല. അപ്പം നമുക്ക് എന്നും കടയിൽ പോയിട്ട് വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് പാക്ക് വാങ്ങി വെക്കും കേട്ടോ, പെൻസിലായാലും ഇറേസർ ആയാലും ഒക്കെ. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്രയോൺസ്, പെയിൻറ്റ്, സ്കെച്ച് പെന്ന്, സ്റ്റാപ്ലർ പിന്ന്, സെലോ ടാപ്പ്, അങ്ങനത്തെ ഗമ്മ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചില്ലറ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ കാശി വന്നു. കാശിക്ക് ഒരു നല്ല പെന്ന് വേണമെന്ന് പറഞ്ഞപ്പം അതും നോക്കി നല്ല സെലക്ട് ചെയ്തിട്ട് ഒരു പെന്ന് കൊടുത്തു കേട്ടോ. കാശി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്നൊന്നും പറയില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ അത് നല്ലത് നോക്കിയിട്ട് വാങ്ങാം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ ആ പെന്ന് നല്ല പെന്ന് നോക്കി സെലക്ട് ചെയ്ത് കൊടുത്ത്
പിന്നെ ഞങ്ങൾ പാറക്കുട്ടിക്ക് ബാഗ് സെലക്ട് ചെയ്യാൻ ഓരോരോ ബാഗ് ഞങ്ങൾ ട്രോളിയിൽ വെക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ ഒന്ന് ചരിച്ചും തിരിച്ചൊക്കെ നോക്കുമ്പോൾ ആൾക്കത് ഇഷ്ടാവില്ല. പിന്നെ അത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെ പിന്നെ കുറേ ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ അവൾക്ക് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നോക്കുന്നത് കേട്ടോ. അപ്പോഴും ഇതന്നെയാണ് അവസ്ഥ. അവൾക്കൊന്നും ഇഷ്ടാവില്ല. ഞങ്ങൾക്ക് ഇഷ്ടാവുന്നത് അവൾക്ക് ഓക്കെ ആവില്ല. പിന്നെ അവൾക്ക് ഓക്കെ ആവുന്ന വെച്ചാൽ ചിലപ്പോൾ കളറ് ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിരിക്കും, അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആവില്ല. അപ്പോൾ നമ്മളത് വാങ്ങാൻ നിൽക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. യൂണിക്കോണൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ്. പക്ഷെ അവിടെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും യൂണിക്കോണിനോട് കാണിച്ചില്ല. അങ്ങനെ താഴെ അട്ടിയിൽ നിന്ന് തിരയാണ് കുട്ടിക്കൊന്നും അങ്ങോട്ട് കണ്ടുപിടിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഡോറേനെ കാണിച്ചു കൊടുത്തു. ഡോറേനെ ഒന്നും ഒരു മൈൻഡേ ഇല്ല. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പിങ്ക് കളറ് അത് അവൾക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അത് സെലക്ട് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ സുനിശ്ചിതം ഇങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്തോ അലറാം ടൈം പീസും അങ്ങനെ കാര്യം എന്തോ പറയാണ്. അപ്പം മൊബൈലിൽ നമ്മളെല്ലാം വെച്ചിട്ട് നീക്കുന്നില്ലേ, പിന്നെ ആ ടൈം പീസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തോ ഒരു കാശിനൊരു വകയ്ക്കും കൊള്ളാത്തൊരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴാണ് ഞാൻ അവളൊന്നും കൂടി പിണങ്ങിട്ടോ. അപ്പം ഞാൻ അവിടെ കുറേ നേരം ഇനി അധികം നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിയാവുമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം താഴേക്ക് ബില്ലടിക്കാൻ പോവാണ് കേട്ടോ. ഇനി കുറേ സമയം മുകളിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ ബോധം പോകും ബില്ല് അടിച്ചു വരുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ ബില്ലിങ്ങിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല കവറിലൊക്കെ ഇട്ട് തരുന്നുണ്ട്. ആ സമയത്ത് പാറക്കുട്ടി ഒരു മിഠായി എടുത്ത് ആൾക്കത് മിഠായി വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് വേണ്ട, ഏതെങ്കിലും ഒരു ചെറിയ മിഠായി എടുത്തോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ്. ഇതിപ്പം എത്രാമത്തെ കരച്ചിലാന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. കുറേ കരയുന്ന വീഡിയോസ് ഉണ്ടാവുമെന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയോ പെട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ എല്ലാം ബില്ല് ചെയ്ത് ലാസ്റ്റ് താളിയോല പോലെ നീണ്ടു കിടക്കുന്ന ഒരു ബില്ല് എനിക്ക് കിട്ടി കേട്ടോ. ബില്ല് കിട്ടി ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ വേഗം പോയത് ഒരു കോഫി ഷോപ്പിൽ, അവിടെ തന്നെ ഉള്ള കോഫി ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഒരു ലൈമും ഒരു ചിക്കൻ്റെ റോളും വാങ്ങി. പിന്നെ ഇവർക്ക് രണ്ടാക്കും ബർഗർ വേണമെന്ന് പറഞ്ഞാൽ ബർഗറും വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം പുറത്ത് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കുറഞ്ഞ തക്കം നോക്കിയിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ആ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.